പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട്. ഞാൻ ദേവരാജമ്പലയിലാണ്. ഇത് നമ്മുടെ സ്വന്തം വയനാട് ജില്ലയിൽ നമ്മുടെ പുൽപ്പള്ളി ടൗണിൻ്റെ അടുത്ത് ഒരു 7 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടി പണി കഴിപ്പിച്ച വില്ലയാണ്. 5 ബെഡ്റൂമുണ്ട്, 7 സെൻറ്റ് സ്ഥലം, 2300 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ്, നല്ലൊരു VIP ലക്ഷറി ഏരിയയിൽ. നല്ല നമ്മളുടെ ഇൻ്റർലോക്ക് വിരിച്ച പാതയാണ്, എല്ലാ വാഹനങ്ങളും എത്തും. കോമ്പൗണ്ട് വാളുണ്ട്, നല്ല സ്ലൈഡിങ് ഗേറ്റ് ഉണ്ട്, നല്ലൊരു ഏരിയ. ഓക്കെ, നമ്മളിപ്പോൾ ഇടതുവശത്ത് കാണുന്ന ഈ സ്ലൈഡിങ് ഗേറ്റ് കടന്ന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കാം. 2 നിലകളിലായിട്ടാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂം. എല്ലാം ഈച്ച് ആൻഡ് എവരി കോർണർ പെർഫെക്റ്റ് ആണ്. ഈ വീടിൻ്റെ എല്ലാ ഭാഗവും കോമ്പൗണ്ട് വാൾ മുതൽ ഈ വീടിൻ്റെ വാള് മുതൽ ഫ്ലോറ് മുതൽ എല്ലാം ബെഡ്റൂം ഏരിയ എല്ലാം മൊത്തത്തിൽ ഈ വീടൊരു നല്ലൊരു ലക്ഷറി വില്ലയാണ്. അപ്പോൾ വയനാട് ജില്ലയിൽ ഒരു വീട് വാങ്ങണം എന്നാഗ്രഹിക്കുന്ന NRI സുഹൃത്തുക്കൾക്കും ബാംഗ്ലൂരത്തെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സ് ഹെവി കൺസ്ട്രക്ഷനാണ്. അതായത് സ്റ്റാൻഡേർഡ് രീതിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളിയായിട്ട് എല്ലാ മെറ്റീരിയൽസും ഫസ്റ്റ് ക്വാളിറ്റി യൂസ് ചെയ്തിട്ടാണ്, സിമൻറ്റ് മുതൽ എല്ലാ സാധനങ്ങളും. അപ്പോൾ ഓരോ ഭാഗത്തും നമുക്കതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ മനസ്സിലാവും. നല്ല നിരന്ന സ്ഥലത്താണ് വീടുള്ളത്. കാർ പോർച്ചാണ് കാണുന്നത്. ഇത് മുകളിലത്തെ നിലയിലേക്കുള്ള ഒരു സ്റ്റെയർ പുറത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിത് ഒരു വാടക പർപ്പസിന് റെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാനുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ട, നമ്മൾ സാധാരണ ഒരു വീട് പോലെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ മതി. അപ്പോൾ അതിനൊക്കെ ഉള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പുൽപ്പള്ളി ടൗണിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു റെൻറ്റ് കിട്ടും. താഴത്തെ നിലയിൽ നമ്മൾ താമസിച്ച് മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുക്കണം. അങ്ങനെ എല്ലാത്തിനും പറ്റിയതാണ്. നമുക്കിത് ലോൺ അവൈലബിൾ ആണ്. വീടിന് ലോൺ വേണമെങ്കിൽ ലോൺ കിട്ടും. നമ്മൾ കണ്ടില്ലേ, വീടിൻ്റെ ഓരോ തറ മുതൽ ആ ഫൗണ്ടേഷൻ വർക്ക് കാണാം. ഫൗണ്ടേഷൻ വർക്ക്, അതേപോലെ ഓരോ തൂണുകളിലുള്ള വർക്ക്. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന പ്രത്യേകം പറയേണ്ടത് ഇതിൻ്റെ സീലിംഗ് വർക്ക് അടിപൊളിയാണ്, നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുക, ഈ പടികളിൽ ഒക്കെ ഗ്രാനൈറ്റ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറൊക്കെ നമുക്കിനി വീടിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണാനുണ്ട്. നമുക്ക് മെല്ലെ ഒന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം. നല്ലൊരു സെറ്റിയാണ്, നല്ല ആ ഒരു സ്പേസിന് കറക്റ്റായിട്ട് നിർമ്മിച്ച സെറ്റി. നല്ലൊരു കർട്ടൻ വർക്കൊക്കെ ചെയ്ത ജനൽ, ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. TV സ്റ്റാൻഡാണ്, ഒരു 55 ഇഞ്ച് TV അവിടെ ഉണ്ട്. അടിപൊളി സീലിംഗ് വർക്ക്, LED വർക്കൊക്കെ ചെയ്തിട്ട് പെർഫെക്റ്റ് ആക്കി അടിപൊളി സീലിംഗ് വർക്ക്, നല്ല ഭംഗിയാണ്. നമ്മുടെ ചുമരൊക്കെ പുട്ടി ഫിനിഷാണ്. ഫ്ലോറിലത്തെ ടൈലുകൾ നോക്കുക, നല്ലൊരു ഗ്ലോസി ടൈലാണ്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസാണ് എല്ലായിടത്തും ഉപയോഗിച്ചത്. ഡൈനിങ് ഏരിയ നോക്കുക, എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണുക, ഓരോ ഭാഗങ്ങളും ശ്രദ്ധിക്കുക, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് ഫിനിഷ് ഉണ്ട് വീടിന്. നമ്മൾ ഏരിയ നോക്കുക, ലിവിങ് ഹാള് നോക്കുക, നല്ല വിശാലമായ ലിവിങ് ഹാളാണ്. ലിവിങ് ഹാള് നല്ല ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ വിത്ത് ഫർണിച്ചറാണ് ഇതിൻ്റെ കച്ചവടം. ഫർണിച്ചർ എല്ലാ റൂമിലും ആവശ്യത്തിനുള്ള ഫർണിച്ചർ, മേശ, പിന്നെ ജനലിൻ്റെ കർട്ടൻ വർക്കുകൾ, പിന്നെ എല്ലാ വർക്കുകളും എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുക, ഓരോ റൂമിൽ ഇൻറ്റീരിയറുകൾ വരെ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ വർക്ക്, അതായത് ഷെൽഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രസ്സിങ് ടേബിൾ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ നമ്മളുള്ള ടേബിൾ വർക്ക്, അങ്ങനെ എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടില്ലേ, ഇത് ഡ്രസ്സിങ് ടേബിളാണ്. അങ്ങനെ എല്ലാ വർക്കുകളും ചെയ്ത് കർട്ടൻ വർക്ക്, അങ്ങനെ എല്ലാം. പിന്നെ ഓരോ റൂമിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീലിംഗ് വർക്കുകൾ ഓരോ റൂമിലും അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടേബിൾ കാണുക, ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ കാണുക. നമ്മളങ്ങനെ ഓരോ ബെഡ്റൂമിൻ്റെ കാഴ്ചയെ കണ്ടങ്ങനെ വന്നു. ഇത് ഈ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എല്ലാ റൂമിലും നല്ല പ്രകാശം കടക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോ റൂമിലെ ഇൻറ്റീരിയർ വർക്കിൻ്റെ കൂടെ അതിൻ്റെ പിന്നെ നന്നായിട്ടുള്ളത് അതിൻ്റെ സീലിംഗ് വർക്ക് എടുത്ത് പറയണം. ഓരോ റൂമുകളിലും സീലിംഗ് വർക്ക് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ അതിലും ബാത്റൂം സൗകര്യം എന്ന് നമുക്ക് കാണാം. അങ്ങനെ നമുക്ക് അടുത്ത ഇതിപ്പോൾ ഒരു ബാത്റൂമിൻ്റെ അതിൻ്റെ ആ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് കാണിച്ചത്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. നമ്മൾ കിച്ചൺ ഏരിയയിലേക്കാണ് നേരിട്ട് പ്രവേശിക്കുന്നത്. കിച്ചൺ ഏരിയയിൽ എല്ലാ വർക്കും കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കബോർഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, കിച്ചൺ ക്യാബിൻ ഒക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കണ്ടില്ലേ, ഇവിടെ സ്ലാബിൽ ഉപയോഗിച്ചിരിക്കുന്നത് വരെ നമ്മൾ ഗ്രാനൈറ്റ് വർക്കുകളാണ് കിച്ചൺ സ്ലാബൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലുള്ള ഓരോ സംഭവങ്ങളും
എല്ലാം നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസാണ്. ഇപ്പം നമ്മളുള്ളത് ഈ വീടിൻ്റെ വർക്ക് ഏരിയയിലാണ്. ഒന്നാമത്തെ നിലയിൽ താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ അതിലുള്ള പിന്നെ വർക്ക് ഏരിയയിലാണ്. വർക്ക് ഏരിയ നല്ല ഇപ്പം പുകയില്ലാത്ത അടുപ്പുണ്ട്, നമുക്ക് വിറക് കത്തിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അവിടെയും ഇൻറ്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ വർക്കുകളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുക, നിലത്തിൻ്റെ ഒക്കെ ടൈൽസൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്പേസുള്ള നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇനിയിപ്പം നമ്മൾ കാണുന്നത് വാഷിംഗ് ഏരിയ ആണ് കാണുന്നത്. താഴത്തെ നിലയിലത്തെ വാഷിംഗ് ഏരിയ. മുകളിലത്തെ നിലയിലേക്കുള്ള ഓരോ സ്റ്റെയറൊക്കെ ശ്രദ്ധിക്കുക, സൂപ്പറായിട്ടുണ്ട്. നല്ല മാർബിൾസ് ഗ്രാനൈറ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് പടികളൊക്കെ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നിലയിൽ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. നമ്മൾ സാധാരണ രീതിയിൽ പറയുമ്പോൾ രണ്ടാമത്തെ നില എന്ന് പറഞ്ഞ രീതിയിൽ പോവുകയാണ്. അപ്പം അവിടെ പോകുന്ന വഴിക്ക് ആ സീലിംഗ് വർക്കുകളൊക്കെ കാണുക. അവിടെയും നല്ല മനോഹരമായിട്ട് സീലിംഗ് വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ആ രണ്ടാമത്തെ നിലയിലുള്ള ശരിക്കും ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നല്ല വിശാലമായൊരു ഹാള് മുകളിലത്തെ നിലയിൽ. സീലിംഗ് വർക്ക് ഒരു രക്ഷയിൽ അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. സാധാരണ കാണാത്ത ഒരു വെറൈറ്റി സീലിംഗ് വർക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടില്ല, നല്ല കർട്ടൻ വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെയും ഇത് മുകളിലത്തെ നിലയത്തെ ഹാളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ TV സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കും ഇനി ബെഡ്റൂമിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. ബെഡ്റൂമിലൊക്കെ എല്ലാ വർക്കുകളും റെഡി. ഷെൽഫ്, ഡ്രസ്സിങ് ടേബിൾ, അങ്ങനെ ടേബിൾ, സാധാ ടേബിൾ, എല്ലാ സംഭവങ്ങളും റൂമിൽ ഒക്കെ ക്ലിയറാണ്. സീലിംഗ് വർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദേവരാജ് അമ്പലവിൽ എന്ന ചാനലുണ്ട്, 2 ചാനലുകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങളെൻ്റെ ഫോൺ നമ്പറായ 94 95 36 57 30 എന്ന നമ്പറിൽ വിളിക്കുക. അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജ് ഇടുക, റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കാണുക, ഓരോ ബാത്റൂമിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇത് വയനാട് ജില്ലയിൽ നല്ലൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ്. ഇതിൻ്റെ വിലയായി ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് 1 CR ആണ്, 1 കോടി രൂപയാണ്. വില നെഗോഷ്യബിളാണ്, അപ്പോൾ വിലയൊക്കെ കുറയും. അപ്പം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. വയനാട്ടിൽ നല്ലൊരു വീട്, ഹെവി ആയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത നല്ലൊരു വീട് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ്. റെഡി ടു മൂവ് ആണ്, പുത്തൻ വീടാണ്. ഇത് ബാൽക്കണീൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടൈൽസ് വർക്ക്, അതേപോലെ തൂണുകളുടെ വർക്ക്, സീലിംഗ് വർക്കുകളൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇതാണ്ടില്ല, ഓരോ തൂണത്തെ വെറൈറ്റി ടൈൽസൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് മുകളിൽ നിന്നും ടാങ്ക് ക്ലീനിങ് കാര്യത്തിനൊക്കെ ആയിട്ട് ഏറ്റവും മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയറും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ നില മാത്രമായിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ, അങ്ങനെ എല്ലാ രീതിയിലും അതിനൊക്കെ ഒത്തിണങ്ങിയ രീതിയിലാണ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ നമ്പർ വീഡിയോൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇതിനോടടുത്ത് തന്നെ മറ്റുള്ള പല വെറൈറ്റിയുള്ള വീടുകളും പുൽപ്പള്ളിയിൽ ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ്. വിളിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.